സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കേരളത്തിൽ ഈ അടുത്ത് 2 ആഴ്ചകളായി നടന്ന ഒരു സംഭവം നിങ്ങൾ പത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിൽ, എൻ്റെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും പോലീസുകാര് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് പ്രതിഷേധം കാണിച്ചതാ. അബദ്ധത്തിൽ അവരുടെ ശരീരത്തിലേക്ക് തീ വീണ് 2 പേരും തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കടന്ന് തീ പിടിച്ചിട്ട് 2 പേരും ശരീരത്തിലേക്ക് തീ പിടിച്ചു. അവർ 2 പേരും മരണപ്പെട്ടു പോയി. അവസാനം തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ കുഴിച്ചിടുന്നതിന് വേണ്ടി വീടിൻ്റെ സൈഡിൽ കുഴിയെടുക്കുന്ന 10-14 വയസ്സുള്ള ഒരു മകന്റെ ചിത്രം ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാ. തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും കുഴിച്ചിടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്ന ഒരു മകന്റെ വാർത്ത. എന്നാൽ അതേ തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ വരും വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ച തൻ്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാനെ ചവിട്ടി തേക്കുന്ന ഒരു രംഗം ഞാനും നിങ്ങളും മൊബൈലിലൂടെ കണ്ടതാ. തൻ്റെ ഉമ്മയെ വല്ലാതെ തല്ലുകയാ, ഉമ്മാൻ അടിക്കുന്നു, ചവിട്ടുന്നു, വളരെ വല്ലാതെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഓതിയപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. അള്ളാഹുവിന്റെ